ഹായ് ഗൈസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോറക്സ് ട്രേഡിങ് വരുമ്പം നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പിപ്സും ലോട്ട്സും ആണ്. വളരെ സിമ്പിളാണ്. അധികം നമുക്ക് എന്താ പറയുക തലപുകച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്കതൊന്നും നോക്കണ്ട. നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിപ്സും ലോട്ടും. ഓക്കെ, പിപ്പ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻ പോയിന്റ് എന്നോ പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റ് എന്നോ രണ്ട് പേരിലും പിപ്സിനെ നമ്മൾ ഫുൾ ഫോം വിളിക്കും. നമ്മൾ ഷോർട്ടായിട്ട് പിപ്പ് എന്ന് പറയും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു കറൻസി പെയറിൽ പ്രൈസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ മൂവ്മെന്റ്, അതിനെയാണ് പിപ്പ് എന്ന് പറയാം. ഓക്കെ, പ്രൈസിന് ഒരു പോയിന്റ് ഓഫ് ടൈം മൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ, അതിനാണ് നമ്മൾ പിപ്പ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ പിപ്പിന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എളുപ്പ പരിപാടി ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ചാർട്ട് ഒന്ന് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊരു ഇന്ത്യൻ സ്റ്റോക്കിലോട്ട് പോയത്, ഒരു ഇന്ത്യൻ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, NSE, നമുക്ക് ടാറ്റ മോട്ടോഴ്സ് എടുക്കാം. ഓക്കെ, ഇത് ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ടാണ്. ഓക്കെ, നമുക്ക് ചാർട്ടിൽ ഒരു കാര്യം കാണാൻ പറ്റുന്നത്, ഏറ്റവും കുറഞ്ഞ പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വലതുവശത്ത് കാണുന്ന ഈ ഒരു കോളം പ്രൈസ് ആണ്. ഏറ്റവും കുറഞ്ഞ വാല്യൂ പ്രൈസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് 5 പൈസയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 90, 95 അല്ലേ, 85, 80, 75, 70, 0.05 പൈസ. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്കുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ. നിങ്ങൾക്ക് 4 പൈസയും 3 പൈസയും ഒന്നും കാണാൻ പറ്റത്തില്ല ചാർട്ടിൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഗ്രാസവി വന്നാൽ പോലും, ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ വാല്യൂ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട 5 പൈസയുടെ ഡിഫറൻസ് ആണ് എപ്പോഴും വരിക. 5 പൈസ. അത് ഏത് സ്റ്റോക്ക് എടുത്താലും, നിങ്ങൾ NSEയുടെ ബേസിൽ ഏതെടുത്താലും 5 പൈസയുടെ ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എന്ത് കിട്ടുക, ഡെലിവറി കിട്ടുന്നത് പ്രൈസിന്റെ. നമുക്ക് 4 പൈസ 3 പൈസയിലൊന്നും മേടിക്കാനും വിൽക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസയാണ്. പിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് മൂവ്മെന്റ് പ്രൈസിന് ഉണ്ടാക്കാൻ പറ്റുന്നത് 5 പൈസ. ഇതാണ് പിപ്പ്, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫോറക്സിൽ വരുമ്പോൾ ഇതിങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ അല്ല, ഇത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കിത് കാണാതെ പഠിക്കുകയോ ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ടൂളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. അത് റിസ്ക് മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടിക്കോളും. ഓക്കെ, കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രൈസിന്റെ മൊമെന്റം ആ ചാർട്ടിൽ അല്ലെങ്കിൽ ആ പെയറിൽ, അതാണ് പിപ്പ്. ഇന്ത്യൻ മാർക്കറ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഫിക്സ്ഡ് ആണ്, 5 പൈസ. ഓക്കെ, ഈ ഒരു എന്താ പറയാ മൂവ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം പിപ്പിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോട്ടും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ലോട്ടുകൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കണം. ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി ഒരുമിച്ച് നമുക്ക് 1ഉം 2ഉം ആയിട്ട് മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇക്വിറ്റിയിലൊക്കെ ഷെയർ ആണെങ്കിൽ നമുക്ക് തീരുമാനിക്കാം 10 എണ്ണം മേടിക്കണോ 5 എണ്ണം മേടിക്കണോ, ആ തീരുമാനം നമ്മുടെയാണ്. പക്ഷെ ഫോറക്സിൽ വരുമ്പോൾ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഒരുമിച്ച് മേടിക്കേണ്ടി വരും. അതിനെ നമ്മൾ ലോട്ടുകളായിട്ടാണ് വേർതിരിക്കുക. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് മെയിൻലി 4 എണ്ണം ഉണ്ട് ഈ ലോട്ട് സൈസുകൾ. പക്ഷെ പൊതുവെ ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 എണ്ണത്തിലെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആദ്യത്തെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ക്വാണ്ടിറ്റിയാണ്. 1,00,000 യൂണിറ്റുകൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ GBP USD എന്നുള്ള ഒരു പെയർ. ഓക്കെ, നമ്മൾ ഇതിൽ മേടിക്കുകയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ മേടിക്കുകയാണ് ചെയ്യുക, താഴോട്ട് പോകുമ്പോൾ വിൽക്കുകയാണ് ചെയ്യുക. അപ്പം മുകളിലോട്ട് പോവുകയാണ്, നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറഞ്ഞ എണ്ണം ഉണ്ട്. ഏറ്റവും കുറഞ്ഞ എണ്ണം എന്ന് വെച്ചാൽ 1000 ആണ്. 1000ത്തിൽ കുറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതിൽ കൂടുതൽ നമുക്ക് പറ്റും. ഏറ്റവും ബേസ് വാല്യൂ 1000 ആണ്. നമ്മൾ പിന്നെ 10,000, പിന്നെ 1,00,000, ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് വരാം. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമുക്ക് 5ഉം പറ്റും, അങ്ങനെയൊക്കെ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഫോറക്സ് വരുമ്പോൾ അങ്ങനെ പറ്റത്തില്ല. 1000 ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. ഈ 1000 ക്വാണ്ടിറ്റിയെ നമ്മൾ പറയും മൈക്രോ എന്ന് പറയും. ഒരു മൈക്രോ.
ഓക്കെ, 1000 ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ലോട്ട് ഇങ്ങനെയാണ് വിളിക്കാം. ഓക്കെ, 10,000 ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനി ലോട്ട്. ഇത്തരം ലോട്ടുകളാണ് മിനി, എണ്ണം വേറെ ഒന്നുമല്ല. ഓക്കെ, ലോട്ട്. അതേസമയം 1,00,000 ആണെങ്കിൽ നമ്മൾ പറയും ഒരു സ്റ്റാൻഡേർഡ് ലോട്ട്. STANDARD, സ്റ്റാൻഡേർഡ് ലോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ലോട്ടുകളുടെ വേർതിരിപ്പ്, അതായത് നോർമലി നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം 1000 ക്വാണ്ടിറ്റിയാണ് എടുക്കണമെങ്കിൽ ഒരു മൈക്രോ ലോട്ട് എന്ന് പറയും. 10,000 ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ നമ്മൾ ഒരു മിനി ലോട്ട് എടുക്കുന്നതെന്ന് പറയും. അതേസമയം 1,00,000 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ 2,000 ക്വാണ്ടിറ്റി എടുത്താൽ എന്ത് പറ്റും? 2 മൈക്രോ അല്ലേ. 30,000 ക്വാണ്ടിറ്റി ആണെങ്കിൽ 3 മിനി. ആ രീതിക്കായിരിക്കും കണക്ക് പോവുക. ഓക്കെ, ഇനി ഈ എണ്ണത്തിനനുസരിച്ച് നമ്മളെ വാല്യൂ മാറും, നമ്മളെ റിസ്കിന്റെ വാല്യൂ മാറും. പിപ്പും ലോട്ടിന്റെ കണക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഞാൻ അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ രീതിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ലോട്ട് എത്ര ഓർത്താൽ മതി, എണ്ണമാണ് നമ്മൾ ലോട്ടിന്റെ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. എത്ര എണ്ണം? ഇപ്പം ഞാൻ 10 ആപ്പിൾ ആർക്കെങ്കിലും വിൽക്കുകയാണെങ്കിൽ ആ മേടിക്കുന്ന ആൾക്ക് 10 എണ്ണമാണ് കിട്ടുന്നത് അല്ലേ, എണ്ണം. ആ എണ്ണത്തിന്റെ കണക്കാണ് ഈ ലോട്ട് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. 1000 എണ്ണത്തിനെ നമ്മൾ ഒരുമിച്ച് ഒരു പേരാക്കി വിളിക്കുന്നു, ഒരു മൈക്രോ ലോട്ട് എന്ന്. അത്രേ ഉള്ളൂ. 10,000 ആണ് മേടിക്കണമെങ്കിൽ അതിന് നമ്മളൊരു പേര് വിളിക്കുന്നു, മിനി ലോട്ട് എന്ന് വിളിക്കുന്നു. 1,00,000 ക്വാണ്ടിറ്റിയാണ് നമ്മൾ മിനിമം എടുക്കുന്നെങ്കിൽ അതിന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു. ആ പേര് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. നെയിം ചെയ്യുന്ന രീതി. ഓക്കെ, ഇപ്പൊ 2,000 ആണ് എടുക്കണമെങ്കിൽ 1 പകരം 2 മൈക്രോ ആവും, അത്ര തന്നെ, ആ രീതിക്ക്. ഓക്കെ, ഇനി ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. നമുക്ക് ആ ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു പിപ്പ് എന്ന് പറഞ്ഞാൽ 5 പൈസയാണ് അല്ലേ. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് XYZ സ്റ്റോക്ക്, അതിന്റെ ഇപ്പോഴത്തെ വില 5 രൂപ. 5 രൂപയാണ് വില. ഓക്കെ, അത് നമ്മൾ മേടിച്ചു. XYZ 5 രൂപ ആയിരുന്നപ്പോൾ നമ്മൾ മേടിച്ചു. ഓക്കെ, ഇപ്പം അതെത്തി 5 രൂപ 5 പൈസയിലെത്തി. ഓക്കെ, 5 രൂപ 5 പൈസയിൽ എത്തി. അതായത് 5 പൈസ ആ പിപ്പിന്റെ മൂവ്മെന്റ് ഇട്ടു. ഒരു പിപ്പേ അനങ്ങിയിട്ടുള്ളൂ അല്ലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ രീതിക്ക്. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്ന എണ്ണത്തിന്റെ അനുസരിച്ചാണ് നമ്മൾ റിസ്ക് മാറുക. ഇപ്പൊ നമ്മൾ ഈ XYZ എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തതെങ്കിൽ, ഒറ്റ ഒരെണ്ണേ നമ്മൾ മേടിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ നമ്മളെ പ്രോഫിറ്റ് എത്രയായിരിക്കും? നമുക്ക് 5 പൈസ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. 5 പൈസ പ്രോഫിറ്റ് ആയി അല്ലെ, കാരണം നമ്മൾ ഒരെണ്ണേ മേടിച്ചോളൂ. 5 രൂപ 5 പൈസയിൽ പോവുകയും ചെയ്തു. 5 പൈസ നമ്മളെ ലാഭം. ഇത് ഒരു ക്വാണ്ടിറ്റി എടുത്തപ്പോൾ. അതേസമയം 10 എടുത്തിരുന്നെങ്കിലോ, 10 ക്വാണ്ടിറ്റി എടുത്തിരുന്നെങ്കിലോ ആ കണക്ക് മാറി അല്ലേ. 10 ക്വാണ്ടിറ്റി എടുത്തെങ്കിൽ 50 പൈസ കിട്ടിയേനെ. 10 ക്വാണ്ടിറ്റിയാണ് എടുത്തതെങ്കിൽ 5 പൈസ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് 50 പൈസ കിട്ടിയേനെ. അതേസമയം 100 എടുത്തിരുന്നെങ്കിലോ, 100 എടുത്തിരുന്നെങ്കിൽ അവിടെ 5 രൂപ കിട്ടിയേനെ അല്ലേ. നമ്മൾ എടുക്കുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മളെ റിസ്ക്കും റിവാർഡും കൂടുന്നില്ലേ. 100 ക്വാണ്ടിറ്റിയാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ 5 രൂപ. 1000 എടുത്തിരുന്നെങ്കിൽ 50 അല്ലേ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനങ്ങിയത് എത്രയാണ്? വേറെ 5 പൈസ അനങ്ങിയിട്ടുള്ളൂ. പക്ഷെ എടുക്കുന്ന എണ്ണം അനുസരിച്ച് എന്ത് പറ്റുന്നുണ്ട്? നമ്മളെ റിവാർഡ് മാറുന്നുണ്ട്. ഇതേ കണക്ക് തന്നെയാണ് പിപ്പിന്റെ ലോട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഫോറക്സിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അതൊരു ആവറേജ് വാല്യൂ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ, ഈ എക്സാമ്പിൾ പോയി നോക്കാം. ഒരു പിപ്പിന്റെ കണക്കിന്റെ രീതിക്ക് നോക്കാം. ഓക്കെ, ഫോറക്സിന്റെ കാര്യത്തിൽ ഒരു പിപ്പ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പിപ്പിന്റെ അളവിനാണ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് നമ്മൾ ഏതെങ്കിലും കറൻസി പേരിന്റെ മേടിക്കണമെങ്കിൽ നമ്മൾ റിസ്കോ റിവാർഡോ ആവറേജ് ഒരു $10 അടുത്തായിരിക്കും വരിക. മനസ്സിലായി? അതായത് ഒരു പിപ്പ് 5 പൈസയുടെ കണക്ക് പോലെ ഫോറക്സിൽ ഏറ്റവും കുറഞ്ഞ ഓരോ മൂവ്മെന്റിനും $10 വ്യത്യാസം വരും നമ്മളെ പ്രോഫിറ്റിലും ലോസിലും. അതേസമയം ഇത് ഒരു സ്റ്റാൻഡേർഡ് എടുക്കണമെങ്കിലാണ്. അതേസമയം നമ്മൾ 10,000 എടുക്കണമെങ്കിൽ നമ്മൾ ആ ആവറേജ് വരും $1 ആയിരിക്കും. $1 അടുത്തായിരിക്കും വരിക. ഓക്കെ, അതായത് അപ്പം ഏറ്റവും കുറഞ്ഞ 2 പിപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് $2 ആയിരിക്കും നഷ്ടം വരിക. തിരിച്ച് ഒരു മൈക്രോ ലോട്ടാണ് എടുക്കണമെങ്കിൽ നമുക്ക് വെറും സെന്റുകളിലായിരിക്കും നഷ്ടം. അതായത് 0.1 സെന്റ്സിലായിരിക്കും നമുക്ക് നഷ്ടവും ലാഭവും കണക്ക് വരുന്നത് ഒരു പിപ്പിന്റെ മൂവ്മെന്റിൽ. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെയറിൽ, ഫോർ എക്സാമ്പിൾ ODST ഒരു പെയറാണ് അല്ലെ. ഈ പെയർ നമ്മൾ മേടിക്കുകയാണ്. ഓക്കെ, ഈ പെയറിൽ നമ്മൾ ബൈ എടുക്കാൻ നോക്കി, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചപ്പോൾ നമുക്ക് 3 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. 3 പിപ്പ്.
ഒരു പിപ്പിന്റെ കണക്ക് നമുക്കറിയാം 3 പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നമ്മൾ മേടിച്ചു ഒരു സ്റ്റാൻഡേർഡ് ലോട്ട്, നമ്മൾ മേടിക്കുകയാണ് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് മേടിക്കുകയാണ്. നമ്മൾ റിസ്ക് എത്രയാണ് അപ്പം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്ത് നമുക്കറിയാം ഒരു പിപ്പാണെങ്കിൽ $10 ഇവിടെ ഇപ്പം 3 പിപ്പുണ്ട്. അപ്പം എത്ര ആയിരിക്കും? $30 നമ്മളെ റിസ്ക് ഇപ്പം ആ ട്രേഡിൽ. കാരണം 3 പിപ്പ് വ്യത്യാസമുണ്ട്. 2 പിപ്പായിരുന്നെങ്കിലോ? 2 പിപ്പായിരുന്നെങ്കിൽ $20 വ്യത്യാസം വന്നതാണ് അല്ലേ? $20. അപ്പൊ പിപ്പിന്റെ കണക്കനുസരിച്ച് എന്ത് റിസ്ക് മാറും? അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ലോട്ടുകളുടെ എണ്ണം അനുസരിച്ച് മാറും. സപ്പോസ് ഒരു പിപ്പ് തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചോ, ഒന്നിന് പകരം 2 എണ്ണം എടുത്തെന്ന് വിചാരിച്ചോ, 2 സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തെന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മുടെ റിസ്ക് എങ്ങനെയാവും? നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ഒരു പിപ്പ് ആണെങ്കിൽ $10. 2 സ്റ്റാൻഡേർഡ് ലോട്ടാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുക്കുകയാണ്. അപ്പൊ $20 വീണ്ടും റിസ്ക് ആയി. അപ്പൊ നമ്മളെ പിപ്പിന്റെ സൈസും നമ്മൾ എടുക്കുന്ന ലോട്ടിന്റെ സൈസിനുമാണ് നമ്മളെ റിസ്ക് വരുന്നത് അല്ലെ. പിപ്പ് മാറിയാലും ലോട്ട് സൈസ് മാറിയാലും റിസ്ക് മാറും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊന്നും നമ്മളിരുന്ന് കണക്ക് കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ കൂടെ ആയിരിക്കും നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. അപ്പൊ ഈ കണക്ക് കൂട്ടലിനൊന്നും നമ്മൾ അധികം സമയം മെനക്കെടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, പിപ്പ് നമ്മളെടുക്കുന്ന പിപ്പ്, നമ്മളെ സ്റ്റോപ്പ് ലോസിന്റെ സൈസ് എത്ര പിപ്പാണോ നമ്മളെടുക്കുന്ന ലോട്ടിന്റെ സൈസും അനുസരിച്ച് നമ്മളെ റിസ്ക് മാറും ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ പിപ്പിലും ലോട്ടിലും പഠിക്കാനുള്ള കാര്യം. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും നമുക്ക് മനപ്പാടമാക്കേണ്ട കാര്യമില്ല, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പിടികിട്ടും. ഓൾറൈറ്റ്, സോ അതാണ് പിപ്പും ലോട്ടുകളും. ഓക്കെ.